ജിന്നുകൾ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട നക്ഷത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പലതരത്തിലുള്ള തീജ്വാലകളുണ്ട്. ഈ ആസ്ട്രോയിഡുകളാണ് നമ്മുടെ ഭൂമിയിൽ ഉൽക്കകളായിട്ട് വീഴുന്നത്. അങ്ങനെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മാത്രം എല്ലാ ദിവസവും അത്രയും കിലോ കണക്കിന് ഉൽക്കകൾ ദിവസവും പതിക്കുന്നുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ വെച്ച് അത് കത്തിച്ചാമ്പലായി പോകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തീജ്വാലകളാണ്. തീജ്വാലകളുടെ ഉദാഹരണം പറഞ്ഞതാണ്. തീജ്വാലകൾ വ്യത്യസ്ത തരങ്ങളിലുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഗാമ റേസ് ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള തീജ്വാലകൾ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. നക്ഷത്രങ്ങളെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അറ്റാക്ക് ചെയ്യുന്നത് തീജ്വാലകൾ കൊണ്ടാണ്. തീജ്വാലകൾ ഈ പിശാചുക്കൾ എരിയാനുള്ള തീജ്വാലകളാണ്. എല്ലാ തരത്തിലുള്ള തീജ്വാലകളും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് അത് നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അതൊരു ശാസ്ത്രീയമായ വസ്തുതയാണ്. ഓക്കെ, എല്ലാ തീജ്വാലകളും നക്ഷത്രങ്ങളിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ്. ഉൽക്കകളായാലും മറ്റു ഏത് തരത്തിലുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇത് ഒരു അല്പം ശാസ്ത്രബോധം കൂടിയവർക്കേ കാര്യം പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അവർക്ക് ശാസ്ത്രം അറിയാം. പക്ഷേ 6-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രവുമായി ആധുനിക ശാസ്ത്രത്തെ എങ്ങനെ കൂട്ടിക്കെട്ടും എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ചന്ദ്രനെ പിളർത്തിയതും സൂര്യനിലേക്ക് യാത്ര ചെയ്തതും പിശാചിനെ എറിയാനുള്ള നക്ഷത്ര കല്ലുകളോ ഇടിമിന്നലുകൊണ്ടുള്ള ചാട്ടവാറടിയോ. ഇതിന്റെ ശാസ്ത്രീയത തപ്പുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ ഖുർആൻ കട്ടുകേൾക്കുന്ന ജിന്നുകളെ എറിയാൻ നക്ഷത്ര സമൂഹങ്ങളെ കൂട്ടുപിടിക്കുകയോ? ഒരു വിശ്വാസി എത്ര കണ്ട് വിദ്യാഭ്യാസം നേടിയിരുന്നാലും ശരി, ആ വിശ്വാസമൊക്കെ അവൻ നേടിയ വിദ്യാഭ്യാസമൊക്കെ അവൻ ആ വിശ്വാസത്തെ എത്ര കണ്ട് ന്യായീകരിച്ചു വളച്ചൊടിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കെട്ടാമോ അതിനെ അവൻ ശ്രമിക്കും. വിദ്യാഭ്യാസമില്ലാത്ത വിശ്വാസികളെക്കാൾ വളരെ അപകടകാരികളാണ് വിദ്യാഭ്യാസമുള്ള വിശ്വാസികൾ. കാരണം അവരുടെ ആ ഒരു വിദ്യാഭ്യാസത്തെ അവർ എങ്ങനെ അന്ധവിശ്വാസത്തെ പറഞ്ഞു പ്രതിഫലിപ്പിക്കാം അതിനുവേണ്ടി മാത്രമേ അവർ ഉപയോഗിക്കത്തുള്ളൂ. ഇനിയും ചന്ദ്രനെ പിളർത്തിയതും സൂര്യനെ പിളർത്താൻ പോയപ്പോൾ കരിഞ്ഞു പോയതുമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ മദ്രസകളിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത ഇവരുടെ നാവിൽ നിന്ന് നമുക്ക് ലഭിക്കും. നോക്കണം, അള്ളാഹുവിന്റെ സംസാരം ഒളിഞ്ഞു കേൾക്കുക എന്ന് പറഞ്ഞാൽ ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യമായതും അദൃശ്യമായതും വ്യക്തമായി അറിയുന്ന പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു മാറ്റാനുള്ള കഴിവില്ലേ പടച്ചവന്? പോട്ടെ, അവിടെ ഇനിയും ഡിജിറ്റൽ ക്യാമറകൾ, CC ക്യാമറകൾ ഒന്നും വെക്കണ്ട. അള്ളാഹുവിനറിയാമല്ലോ. അതിന് നക്ഷത്രങ്ങളെയൊക്കെ വാരിപ്പെറുക്കിയെടുത്ത് വല്ല കാര്യവുമുണ്ടോ? എങ്ങനെയാണ് ഈ മൈതാണ്ടികൾക്ക് ഇതിനൊക്കെ കഴിയുന്നത്? ഇത്രയും വളച്ചൊടിക്കാൻ ഇവരെയൊക്കെ കൂട്ടിയിരുത്തി ഭയങ്കരമായിട്ടുള്ള ശാസ്ത്രത്തെ സംബന്ധിച്ചിട്ട് ഇവര് ചർച്ച ചെയ്യുക. ഇതൊക്കെ ന്യായീകരിക്കാനും വളച്ചൊടിക്കാനുമൊക്കെ കുറേയധികം മനുഷ്യരും. ജിന്നുകളെ എന്തിൽ നിന്നാ സൃഷ്ടിച്ചിരിക്കുന്നത്? തീയിൽ നിന്നാണെന്ന് ഇപ്പൊ ഇയാള് പറയുന്നുണ്ട്. ശരി, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ലെന്നല്ലേ പറയുന്നത്? നക്ഷത്രങ്ങൾ പെറുക്കി എറിഞ്ഞാൽ ഉടനെ ഇതൊക്കെ അങ്ങോട്ട് വാടിപ്പോകും. പബ്ലിക്കായിട്ട് മൈക്കിന്റെ മുമ്പിൽ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എന്തു വഷളത്തരങ്ങളും വൃത്തികേടുകളും മണ്ടത്തരങ്ങളും കളിയും കുളിയും പബ്ലിക്കിൽ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ് ഇവര് ആധുനിക ശാസ്ത്രത്തോടൊപ്പം 6-ാം നൂറ്റാണ്ടിന്റെ മത വിശ്വാസങ്ങളെ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കൊള്ളയടിക്കും, പെണ്ണുപിടിക്കും, ബലാത്സംഗങ്ങൾക്കും കൊലപാതകങ്ങൾക്ക്, ഇതിനെല്ലാത്തിനും പുണ്യപുസ്തകമായിട്ടുള്ള മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദും നമ്പർ 1 മാതൃകകളാണ്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം തീവ്രവാദത്തെ ഇല്ലാതാക്കാനും
അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കാനും കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. റിസിൻ എന്ന് പറയുന്ന ദ്രാവകം ഉൽപ്പാദിപ്പിച്ച് ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടവർ ഡോക്ടേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഇവരുടെ മണ്ടത്തരം സീരീസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിഭീകരമായ ചർച്ചയാണ് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചിരുന്നിട്ട് നടക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറമുള്ള വിഷയങ്ങളാണ് ഇത് എന്നാണ് ഇവര് തന്നെ പറയാറ്. എന്നിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയും 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ മണ്ടത്തരങ്ങളും ഒക്കെ വച്ചു കൊണ്ടുവന്ന് കെട്ടി ഇവര് ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറിയുന്നു. ഇത് കഴിഞ്ഞാൽ ഇനി പല്ലിശാസ്ത്രവും ഈച്ചശാസ്ത്രവും ബുറാക്കിന്റെ പുറത്ത് കയറിയ നബിയുടെ സ്വർഗയാത്രയും 40 പുരുഷന്റെ കുതിരശക്തിയും ഇതൊക്കെ വരും. ഇതിനെയൊക്കെ നമ്മൾ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. 6 വയസ്സുള്ള കുഞ്ഞുമായിട്ടുണ്ടായ ലൈംഗിക ബന്ധങ്ങളും ഇതൊക്കെ വരും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കുറിച്ച് മറ്റുള്ളവർ എന്താണ് കരുതുന്നത്? മതത്തിലെ ഇത്തരം മണ്ടത്തരങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നത് ഇവര് മനസ്സിലാക്കുന്നില്ല. നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറിയാൻ അള്ളാഹു മെനക്കെട്ടു. അത് ഗ്രന്ഥത്തിൽ പറഞ്ഞു. പക്ഷേ കാലിന്റെ അടിയില് ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നു, പെട്രോളിയം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ സത്യനിഷേധികളായിട്ടുള്ള ജൂതന്മാർ, യൂറോപ്യന്മാര് തന്നെ വേണ്ടി വന്നു. ഇസ്ലാമിലുള്ള അന്ധവിശ്വാസത്തെയും ഗോത്ര സംസ്കാരത്തെയും ഒക്കെ വളച്ചൊടിച്ച് വിശ്വാസികളെ വഞ്ചിക്കുന്ന ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം. മൈക്ക് കെട്ടി എന്ത് ഊളത്തരങ്ങളും വൃത്തികേടുകളും വഷളത്തരങ്ങളും ഉളുപ്പില്ലാതെ വിളിച്ചു പറയാൻ ഈ മദ്രസ പൊട്ടന്മാരോളം കഴിവ് മറ്റാർക്കുമില്ല. കാരണം എന്ത് വിവരക്കേട് പറഞ്ഞാലും തൊള്ള തൊടാതെ വിഴുങ്ങാൻ അതുപോലെയുള്ള മതപ്പൊട്ടന്മാരും മദ്രസ പൊട്ടന്മാരും ഉള്ളിടത്തോളം കാലം കോട്ടും സൂട്ടുമിട്ട് മൈക്കിന് മുമ്പിൽ വന്ന് എന്തും വിളിച്ചു പറയാൻ അപാര തൊലിക്കട്ടി ഇവർക്കുണ്ടാകും. ചെറിയ പ്രായം മുതൽ തന്നെ ഇവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് സോഫ്റ്റ്വെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ ആധുനിക ശാസ്ത്രത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പുതിയ കണ്ടെത്തലുകളെ മതവുമായിട്ട് കൂട്ടിക്കുഴച്ച് വിദ്യാഭ്യാസമുള്ള ആളുകൾ വിശ്വാസികളായി മാറിയാൽ എന്ത് മണ്ടത്തരമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുക. ഇത് തെളിവുകൾ വെച്ച് പറയുമ്പോൾ ഇവര് പറയും ഞങ്ങളുടെ വിശ്വാസികളെ അപമാനിക്കുന്നു, മതവിശ്വാസങ്ങൾക്ക് മങ്ങലേൽക്കുന്നു, വ്രണപ്പെടുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറ. റെനി, ഇവരെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യൂ, ഇവരെയൊക്കെ പറഞ്ഞു വിടൂ. നമ്മുടെ ചാറ്റ് ബോക്സിൽ എല്ലാ നക്ഷത്രങ്ങളിലും ഇങ്ങനെ വന്ന് ഓരോ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുകയും അപരാധങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ എടുത്ത് പുറത്തിട്ടേരെ. ആരൊക്കെയോ പൂ ചോദിക്കുന്നുണ്ട്. മാത്യു, ഒരു പൂക്കാലം കൊടുത്തേക്ക് കേട്ടോ. തെറി പറയാൻ മാത്രമേ അറിയൂ. വസ്തുതകൾ എന്താണ് എന്നിവർക്ക് മനസ്സിലാകുന്നില്ല. സ്വാലിഹ് ഇനി കുറെ ആയി, ഞാൻ കുറെ നേരമായിട്ട് എടുത്ത് കളയണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പോട്ടെ. ബുദ്ധിയുമില്ല നിഷാദെ, ഇവർക്ക് 5 ബുദ്ധിയില്ല. കുറെ എണ്ണം ഇങ്ങനെ കയറി വരും. ഒരു വിവരവുമില്ല, ബുദ്ധിയുമില്ല, ബോധവുമില്ല, ഒന്നുമില്ല. അവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവരെയൊക്കെ അവധിക്ക് വെച്ചിരിക്കുവാണ്. അപ്പോ വിദ്യാഭ്യാസവും വിവരവും രണ്ടാണ് എന്ന് ഇവര് തന്നെ നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. നോക്കിക്കോ, ഇവര് കാണിക്കുന്ന വിവരക്കേടുകളെ കുറിച്ചിട്ട് ആരും ഒന്നും പറയാൻ പാടില്ലെന്നാണ് ഇവര് പറയുന്നത്. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് അബുൽ അഅ്ല മൗദൂദി സിദ്ധാന്തിക്കുന്നുണ്ട്. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം?
ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത്? ഇവര് മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ച്, ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ഇനിയും പറയുന്ന മതവട്ടന്മാരുടെ വഷളുകൾ ശരിക്കു മനസ്സിലായാൽ മാത്രമേ ഈ വട്ടന്മാര് മാത്രമുള്ള ഒരു ലോകത്തിന്റെ കോമഡിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അയ്യുമമ്ര ചില ആളുകൾക്ക് ഗന്ധം മതിയെന്നാണ്. നല്ല മണം കേട്ടാൽ തന്നെ വൈകാരം ഉണരുന്നു. ലൈംഗിക ചോദന അവന്റെ മനസ്സിലുണ്ടാവും. അയ്യുമമ്രാത്തിൻ ഇസ്താഴ്ത്തറത്ത്, ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു. ഫമറത്ത് അലാ ഖൗമിൻ, എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. ലിയജിദൂ മിൻ റീഹിഹാ, അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് മണം ഒന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയസാനിയ, അവൾ വേശ്യയാകുന്നു. നന്നായിട്ടിരുന്നോട്ടെ. അല്ല ഉസ്താദേ, ഞാൻ ഇപ്പൊ ഈ സ്പ്രേ അടിച്ചതേ, ഇതിന്റെ മണം അടിച്ച് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ എന്റെ പുറകെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ ഒരു പെണ്ണ് സുഗന്ധമടിച്ചു പുറത്തിറങ്ങിയാൽ അവൾ വേശ്യയാണ് എന്നു പറഞ്ഞ പടച്ച റബ്ബ്, പുരുഷൻ അടിച്ചാൽ സ്ത്രീകളും വരില്ലേ ഉസ്താദെ? അതുകൂടി ഒന്ന് പറയേണ്ടിയിരുന്നില്ലേ? വേശ്യനായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്റെ പൊന്നു ഉസ്താദെ, വേശ്യൻ. ഉസ്താദ് ഇപ്പൊ അവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോ ഉസ്താദ് എത്രമാത്രം പെർഫ്യൂംസ് ഉപയോഗിച്ചിട്ടുണ്ടാവും, സുഗന്ധദ്രവ്യ വസ്തുക്കൾ എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ടാവും? ഏറ്റവും കൂടുതൽ ഊതും അത്തറും ഉപയോഗിക്കുന്നത് ഇവന്മാരാ. കാരണം കുളിക്കേം വേണ്ട, നനയ്ക്കേം വേണ്ട. 11 കളി കളിച്ചിട്ട് ഒരൊറ്റ കുളി കുളിച്ച നബിയുടെ അനുയായികളാ. ഇസ്ലാമിന് പോലും സുഗന്ധദ്രവ്യങ്ങൾക്ക് നല്ലൊരു സ്ഥാനമല്ലേ കൊടുത്തിരിക്കുന്നത്? നമ്മൾ വെള്ളിയാഴ്ച നേരം അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് അത്തർ പോലെയുള്ള സുഗന്ധങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ടില്ലേ ഖുർആനകത്ത്? നമ്മുടെ ശരീരത്തിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന നാറ്റങ്ങളെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് പെർഫ്യൂംസ് അല്ലെങ്കിൽ നമുക്ക് ഈ സുഗന്ധദ്രവ്യ വസ്തുക്കൾ അല്ല, ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് അഥവാ ദുർഗന്ധം മറ്റുള്ളവർക്ക് അരോചകമായിരിക്കും. അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നമ്മൾ ദീർഘമായി യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരം വിയർക്കും. അതുകൊണ്ട് നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇതല്ലാതെ ആണുങ്ങളെ നമ്മളിലേക്ക് വശീകരിക്കുക, അതല്ലെങ്കിൽ പെണ്ണുങ്ങളെ നമ്മളിലേക്ക് വശീകരിക്കുക, അങ്ങനെയൊന്നും ഒരർത്ഥം ആരും കരുതിയിട്ടില്ല. ഞാന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെനിം. ഇതിന്റെ ഒരു പ്രത്യേക തരം ഊതാണ്. നല്ല മണമാണ് ഇതിന്റെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഊതാണ്. ഇവരിനിപ്പോ പറയും കേട്ടോ, വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടാണ്, സൗകര്യത്തിനാണെന്നൊക്കെ പറയും. എന്തായിരുന്നു? ഇതും അതുപോലെ തന്നെ ഊതാണ്. ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഉസ്താദുമാര് ഏറ്റവും കൂടുതൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ന് റോഡ് സൈഡില് ഏറ്റവും കൂടുതൽ ഊതും അത്തറും വച്ച് പുകച്ച് വിൽക്കുന്നത് ആരാ? തൊപ്പിയിട്ട ആളുകളല്ലേ? ഏതെങ്കിലും ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഊതും അത്തറും ഒക്കെ വിൽക്കുന്നത്? അപ്പോ അവരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും തേച്ച് കൊടുക്കുന്നുണ്ട്. അവരൊക്കെ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടാണോ ഉസ്താദെ? ശരി. ഉസ്താദിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അല്ല, ഉസ്താദ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഈ പെർഫ്യൂംസിന്റെ മണം അടിച്ച ഉടനെ തന്നെ ഈ ആണുങ്ങൾക്ക് കാമം അങ്ങ് പൊട്ടി ഒലിക്കാനായിട്ട് നിൽക്കുകയാണോ? ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. ചില ആളുകൾക്ക് വിയർപ്പിന്റെ സ്മെല്ലാണ് ഭയങ്കര ഇഷ്ടം. ചില ആളുകൾക്ക് പെർഫ്യൂംസിന്റെ മണം അടിച്ചു കഴിയുമ്പോൾ തലവേദനയൊക്കെ എടുക്കും. അവർക്ക് അപ്പോഴത്തെ കാമം പൊങ്ങുകയല്ല ചെയ്യുന്നത്, ഓക്കാനിച്ച് ഛർദ്ദിക്കാനായിട്ട് വരും. ഒന്നും വേണ്ട, ഈ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക. ദുബൈയിലൊക്കെ ഉള്ള താടിയും മീശയും തൊപ്പിയും ഒക്കെ വെച്ചിട്ടുള്ള വലിയ വലിയ ഇസ്ലാമിക പ്രഭാഷണങ്ങൾ എല്ലാവരും നടത്തുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ബിസിനസ് എന്ന് പറയുന്നത് പെർഫ്യൂം ബിസിനസ് ആണ്. അവരവിടെ ഒരാൾക്കും വേണ്ടിയിട്ട് ഇത് സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിടത്തും ഇറങ്ങിയിട്ടില്ല. നമ്മൾ മറ്റൊരാളുടെ മുന്നിലേക്ക് പോകുമ്പോൾ അവരുടെ മുന്നിൽ നമ്മുടെ ശരീരത്തിന്റെ വൃത്തികെട്ട സ്മെല്ലുകൾ അല്ലെങ്കിൽ വിയർപ്പിന്റെ സ്മെല്ലുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണും പെണ്ണും അടക്കമുള്ള മനുഷ്യവർഗം ഉപയോഗിക്കുന്ന സാധനമാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. അത് അത്തറായിട്ടോ പെർഫ്യൂമായിട്ടോ ഊതായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. ഉസ്താദിനെ പോലുള്ള ആളുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇതുപോലെയുള്ള വൃത്തികേടുകൾ പറയുന്നത് കൊണ്ട് ഇസ്ലാം മതത്തിന് എന്ത് തരത്തിലുള്ള ഗുണമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്ന നിങ്ങളെ വേണം ആദ്യം നിർത്തലാക്കാനായിട്ട്. എങ്കിൽ തന്നെ ഇസ്ലാമിന്റെ പകുതി പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും.
ചില ഒരു ആളുകൾക്ക് ഗന്ധം മതിയെന്നാണ്. ഒരു സംശയവുമില്ല. അതായത് ഇവര് പറയുന്നത് മുസ്ലിം സ്ത്രീകളോടാണല്ലോ ഈ പറയുന്നത്. ഒരു മുസ്ലിം സ്ത്രീ പെർഫ്യൂം അടിച്ച് പുറത്തിറങ്ങിയാൽ മുസ്ലിം പുരുഷന് ലൈംഗിക ചോദന ഉണ്ടാകുമെന്നാ പറയുന്നത്. അപ്പോൾ ഹുസൈൻ സലഫിയുടെ അഭിപ്രായത്തിൽ മുസ്ലിം പുരുഷന്മാരൊക്കെ ബലാത്സംഗ വീരന്മാരാണ് എന്നല്ലേ പറയുന്നത്. പെണ്ണിനെ കണ്ടാൽ ഉടനെ പുരുഷന് കാമം തോന്നുമെന്നാണ് എം അക്ബർ പറഞ്ഞത്. ഒരു 10 സെക്കൻഡ് വരെ ഒരു പെണ്ണിനെ നോക്കിയിട്ടും ആ പുരുഷന് വികാരം ഉണർന്നിട്ടില്ലെങ്കിൽ ആ പുരുഷന് ബയോളജിക്കലി പ്രോബ്ലം ഉണ്ട് എന്നാ സാക്കിർ നായിക്ക് പ്രസംഗിച്ചത്. ശരിക്കു പറഞ്ഞാൽ ഇവിടെ ആരാണ് കാമഭ്രാന്തന്മാർ? ആരാണ് കാമാർത്തരായിട്ട് പെണ്ണുങ്ങളെ കയറി പിടിക്കാനും ബലാത്സംഗം ചെയ്യാനും വേണ്ടി നടക്കുന്ന കമ്പിക്കാരാരാ? ഈ കമ്പി കഥ വായിച്ചും പഠിച്ചും ഈ കമ്പി പുസ്തകത്തിനകത്ത് ഉച്ചയും കുത്തി മറിയുന്ന ആളുകൾ. ദുബൈ പ്രിൻസസ് കേട്ടിട്ടുണ്ട്? ഷെയ്ഖ മെഹ്റ, പെണ്ണെ ഇറച്ചി കഷ്ണം പറയാം. ഷെയ്ഖ മെഹ്റ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ദുബൈ രാജാവിന്റെ മകളാണ്. ഭർത്താവിനെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കിയിട്ട് അവർ പുതിയ ഒരു ബിസിനസ് തുടങ്ങി. പെർഫ്യൂമിന്റെ ബിസിനസ് ആണ്. അവര് തുടങ്ങിയ ആദ്യ പെർഫ്യൂം ബിസിനസിന്റെ ബ്രാൻഡ് എന്താണെന്ന് അറിയാമോ? ഡിവോഴ്സ്. വാപ്പ രാജകീയമായി തായ് വഴിയായി അദ്ദേഹത്തിന് കിട്ടിയ അധികാരം വെച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ ഏതാണ്ട് ഒരു 40% സമ്പത്ത് സ്വന്തമായി പെർഫ്യൂം ബിസിനസ് ചെയ്തുണ്ടാക്കിയ സ്ത്രീയാണ് ഷെയ്ഖ മെഹ്റ. അവര് വ്യഭിചാരിയാണ് എന്നാണോ ഇയാളീ പറഞ്ഞു വരുന്നത്? അവര് പെർഫ്യൂം അടിക്കുന്നത് സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി എന്നറിയപ്പെടുന്ന സ്ത്രീ തലയിൽ തട്ടമിടാറില്ല. 10ഓളം ബ്യൂട്ടീഷ്യന്മാരുണ്ട് അവരെ ഒരുക്കാൻ. ഒരു ദിവസം മാത്രം 40 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെയാണ് അവർക്കൊരു ദിവസം വേണ്ടത്. ഒറ്റയ്ക്ക് കുതിരസവാരി ചെയ്യുന്ന സ്ത്രീയാണ്. 20ഓളം കുതിരകൾ സ്വന്തമായിട്ടുണ്ട്. അവരൊരു സംരംഭകയാണ്. അവരൊക്കെ വ്യഭിചാരികളാണെന്നാണോ പറയുന്നത്? ഇന്ന് നമ്മുടെ യഹിയ സിൻവാറിന്റെ ഭാര്യ ഓർമ്മയുണ്ടോ? ഹമാസിന്റെ ഭീകരൻ. അവര് തുരങ്കത്തിനകത്ത് പെർഫ്യൂമിൽ കുളിച്ച് 27 ലക്ഷം രൂപ വിലയുള്ള ബാഗുമായി ചുറ്റി നടന്നത്. അവരെ വ്യഭിചാരി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടോ? ഒരു പുരുഷൻ പെണ്ണിനെ ഒന്ന് നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ എക്സ്റേ പോലെ അവന്റെ മനസ്സിലേക്ക് അവള് തെളിയുവാ. ഒരു ഇറച്ചി കഷ്ണമാണ് മോനെ, പോയി പിടിച്ചോ, പോയി കളിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ ആകാമല്ലേ, കുഴപ്പമില്ല. വിവരമില്ലായ്മ ഇവർക്കൊരു അലങ്കാരമാണ്. പെണ്ണ് ഇറച്ചി കഷ്ണമാണ് എന്നും പെണ്ണിനെ കണ്ടാലുടനെ ധൈര്യമായിട്ട് കയറി പിടിച്ചോളൂ എന്നുമാണ് മുസ്ലിം പുരോഹിതനായിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരി ഉസ്താദുമാർക്ക് ക്ലാസ് എടുത്തത്. മദ്രസ അധ്യാപകർക്കും അയാൾ ക്ലാസ് എടുത്തത് അങ്ങനെ തന്നെയാണ്. ഇനിയും കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാനതൊന്ന് കേൾപ്പിച്ചു തരാം. കാരണം അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. കാരണം മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടത്. മതത്തെക്കുറിച്ച് വ്യക്തമായി ആളുകൾക്കിടയിൽ ഒരു ധാരണ കൊടുക്കേണ്ടതും മതപരമായി ജനങ്ങളെ സംസ്കരിക്കേണ്ടതും മുസ്ലിം പുരോഹിതന്മാരാണ്, മതം പഠിച്ചവരാണ്. അതല്ലാതെ ജാമിദ നിന്നെ പോലെയുള്ള ആളുകളല്ല മതം പറയേണ്ടത് എന്നാണ് ഇവരൊക്കെ പറയാറുള്ളത്. ശരി, എന്നാ പിന്നെ കാക്ക തന്നെ പറയട്ടെ, മതം പറയൂ കാക്ക. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള്, അതായത് ആധുനിക
ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് പറയണ പഠിക്കണം. അല്ല, ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്ത എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവൻ ഒരു വികാര ജീവിയാണ്. അവന്റെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. വിവേകം കേട്ടല്ലോ. ബാക്കി ബ്രെയിനിന് നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിൽ എന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചോണ് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിക്കുന്നത്. ഇവനെതിരെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ട് ഒരു കേസെങ്കിലും എടുത്തതായിട്ട് നിങ്ങൾക്കറിയാമോ? അടുപ്പ് കൂട്ടി ചർച്ചകൾ എവിടെയെങ്കിലും നടത്തിയതായിട്ട് അറിയാമോ? കാരണം എന്താണെന്ന് അറിയാമോ? ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ധാരണ, പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവളിനി പർദ്ദയിട്ടാലും മക്കനെ ഇട്ടാലും കറുത്ത ചാക്കിനകത്ത് മൂടി നിന്നിരുന്നാലും ശരി, അവന് കയറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പെണ്ണ് അഫ്ഗാനിലെ പോലെ വീട്ടിനകത്തിരിക്കണം. വീട്ടിനകത്തിരിക്കണം. അവര് പുറത്തിറങ്ങുന്നത് കൊണ്ടല്ലേ ഈ ഇറച്ചി കഷ്ണം ആളുകൾ കാണുന്നത്, പുരുഷന്മാര് കാണുന്നത്, കയറി പിടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് വീടുകളിൽ ജനലുകൾ വെക്കണ്ട, വാർക്ക വീടുകളുടെ മുകളിൽ സ്ത്രീകളെ കയറ്റണ്ട. കാരണം അന്യപുരുഷന്മാര് കാണും, അടിച്ചുകൊണ്ട് പോകും. ഞാൻ പറയുന്നത് ഈ വിവരമില്ലാത്ത മദ്രസ പൊട്ടന്മാരായിട്ടുള്ള ആളുകൾക്ക്, പൊട്ടത്തികളായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. ഈ കാണിച്ചതെല്ലാം ഉസ്താദുമാരൊക്കെ പറയുന്നത് തന്നെയല്ലേ? അപ്പോ ആസനത്തിൽ ബോംബ് വെച്ച് പൊട്ടിത്തെറിക്കാൻ മദ്രസകളിൽ നിന്നും ശരിക്കും പഠിപ്പിച്ചു വിടും അല്ലെ? അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ കാത്തു സൂക്ഷിച്ചു വെച്ചോ, നിന്നെയൊക്കെ കൊല്ലാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്ന് 9 വയസ്സുകാരനെ മുൻനിർത്തി നല്ല രൂപത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ മദ്രസകളിലൂടെ പഠിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിൽ ഇരുന്ന സമയത്ത്, എന്താ അദ്ദേഹത്തിന്റെ പേര്, പുനലൂർ, അദ്ദേഹം പറഞ്ഞത് 15,500ഓളം മദ്രസകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ മദ്രസകളിൽ പഠിച്ചിട്ട് ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തി സഹജീവിയെ സ്നേഹിക്കാനും അവനോട് സഹകരിക്കാനുമാണോ കുട്ടികൾ പഠിച്ചത്? അതോ അടുത്തിരിക്കുന്നവനെ എങ്ങനെയാണോ മതം മാറ്റേണ്ടത് എന്ന വലിയ പാഠമാണോ ഈ കുട്ടികൾ പഠിച്ചത്? ഇരുമ്പ് നിക്കറിട്ട് കാലിന്റെ ഇടയിൽ സ്ഫോടക വസ്തുക്കളും വെച്ച് പൊട്ടിത്തെറിക്കാൻ മദ്രസയിൽ പഠിപ്പിച്ചല്ലോ അല്ലെ? സ്വർഗത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സ്വർഗത്തിൽ മുഴുത്ത മാറിടവുമായി 72 ഹൂറികൾ അങ്ങനെ നിൽക്കും പല്ലിളിച്ചുകൊണ്ട്. ഈ മതമണ്ടത്തരങ്ങൾ പഠിപ്പിച്ച് വിദ്യാസമ്പന്നരായ ഒരു ജനസമൂഹത്തിലേക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാതെ ഈ മതത്തിന്റെ വഷളത്തരങ്ങളും കമ്പിക്കഥകളും പഠിപ്പിച്ച് യുവ സമൂഹത്തെ ഇറക്കി വിടുക. ഒരു പരിധി വരെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ഈ പണ്ഡിതന്മാര് തന്നെയാണ്. ഗ്രാമമാകട്ടെ, പട്ടണമാകട്ടെ, നഗരമാകട്ടെ, എല്ലായിടത്തും ഈ ക്യാൻസറുകൾ പെരുകിക്കൊണ്ടിരിക്കുവല്ലേ? കച്ചവട രംഗത്ത് ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവല്ലേ? രാഷ്ട്രീയ രംഗത്ത്, ചെറുകിട തെരുവ് കച്ചവടങ്ങൾ മുതൽ ഹൈപ്പർ മാർക്കറ്റ് വരെ ഇവര് തന്നെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. ആക്രി കച്ചവടങ്ങൾ മുതൽ സ്ട്രീറ്റ് കച്ചവടങ്ങൾ വരെ ഇവരുടെ കൈകളിൽ ഭദ്രമാണ്. പറയുന്നത് ഈ വൃത്തികേടുകൾ പഠിക്കാനും പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇവർക്ക് പണം വേണം. എല്ലാ കച്ചവട മേഖലകളിലും ഇവർ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്.
നാടിന്റെ സമ്പദ് വ്യവസ്ഥയിലും ഇവർ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതര മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇവർ ഓരോരുത്തരായി ഈ 2 പേരായി 3 പേരായി ചേക്കേറി ഒടുവിൽ ആ പ്രദേശം മുഴുവനും ഇവരുടെ കൈകളിലാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇവരുടെ ഈ ഭീകരവാദത്തെക്കുറിച്ചും മത ആധിപത്യത്തെക്കുറിച്ചും ആരെങ്കിലും സംസാരിച്ചാൽ അവരെ പിടിച്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് വർഗീയവാദിയാക്കി മാറ്റും. അവരെത്ര എന്റെ ലക്ഷക്കണക്കിന് രൂപയും എന്റെ ലക്ഷക്കണക്കിന് രൂപയും എന്റെ പ്രവർത്തകർ ആയിരക്കണക്കിന് ആളുകൾ രംഗത്ത് ഇറക്കില്ലേ. അങ്ങനെ അധികാരത്തിൽ കയറി അവർ നരേന്ദ്രൻ കമ്മീഷൻ വെച്ചു. നരേന്ദ്രൻ കമ്മീഷൻ വെച്ച് അവരുടേതായ ഷോർട്ടേജ് കണ്ടുപിടിച്ചു. അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി അവരുടെ കാര്യം സാധിച്ചിട്ട് പോയി. മല്ലനും മാധവനും കൂടെ കാട്ടിപ്പോയി പോലെയല്ലേ. ഞങ്ങൾക്ക് കുറവുള്ള പരിഹരിച്ചു തരാനായിട്ട് അവർ വല്ലതും പറഞ്ഞു. എന്നാൽ ഒന്നിച്ചു നിന്നല്ലേ. ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി അവരുടെ കാര്യം സാധിച്ചു കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്കും കുറവുണ്ടല്ലോ നരേന്ദ്രൻ കണ്ടുപിടിച്ചില്ലേ, അതിനൊരു പരിഹാരം ഉണ്ടാക്കുക. അപ്പോ അവരെന്നും അവർക്ക് വേണ്ടിയിട്ടല്ല, ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കണമെന്നുള്ള ഒരു ഹൃദയത്തിൽ മനസ്സിച്ചുകൊണ്ടാണുള്ള വളർച്ചയാണ് അവരുടെ മുമ്പ് ഉള്ളതെന്ന് പലപ്പോഴും ഞാൻ മനസ്സിലായി. അവരെത്ര എന്റെ ലക്ഷക്കണക്കിന് രൂപ. ഇപ്പൊ കൊറോണ വൈറസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യണമെന്നാണ് ഊളത്തായി വന്ന് ചാനലിൽ ഇരുന്ന് പറഞ്ഞത്. മറ്റുള്ളവരെങ്ങനെ രക്ഷപ്പെടും അതിൽ നിന്ന്? പെർഫ്യൂം അടിക്കുന്ന മുസ്ലിം സ്ത്രീകളൊക്കെ വ്യഭിചാരികളാണ്. ശരി, അവരിനി മുതൽ അത് അടിക്കുന്നില്ല. മുസ്ലിം സ്ത്രീകൾ വീണ്ടും പുറത്തിറങ്ങുകയല്ലേ പെർഫ്യൂം അടിച്ച്. ഇപ്പൊ പുരുഷ ഹോർമോണിനെ സംബന്ധിച്ചിടത്തോളം അത് ഹിന്ദു സ്ത്രീയാണോ ക്രിസ്ത്യാൻ സ്ത്രീയാണോ എന്നറിയില്ലല്ലോ. പുരുഷന് കയറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകില്ലേ? അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനനുസരിച്ച് മുസ്ലിം സ്ത്രീകളെ വ്യഭിചാരത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യണം? ഇവര് അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നാറി നടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പിക്കുപ്പായക്കാർ മൊത്തം നാറി നടക്കുന്നു എന്നല്ല, പെർഫ്യൂം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ അവര് നടന്നോട്ടെ. അങ്ങനെയാണെങ്കിലും പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. മുസ്ലിം സ്ത്രീകൾ മാത്രമല്ലേ ഈ പ്രശ്നത്തിൽ നിന്നും പരിഹാരം നേടുന്നുള്ളൂ. എല്ലാ കാലത്തും സ്വന്തം സമുദായത്തിനു വേണ്ടി ആനുകൂല്യങ്ങൾ, സ്വന്തം സമുദായത്തിനു വേണ്ടി അംഗീകാരങ്ങൾ, സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ, ഇതൊക്കെ വാങ്ങിക്കൊടുക്കാനാണ് എല്ലാ കാലത്തും ഇവർ ശ്രമിച്ചിട്ടുള്ളത്. ഇത് വെള്ളാപ്പള്ളി തുറന്നു പറയുമ്പോൾ അയാളെ വർഗീയവാദിയാക്കിയിട്ട് കാര്യമുണ്ടോ? ഇതൊരു വസ്തുതയാണ്. ഇത് കൃത്യമായി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മതരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അറിയുന്ന ഒരു വാസ്തവമാണിത്. പക്ഷേ എല്ലാവർക്കും ഒരു പക്ഷേ അത് തുറന്നു പറയാൻ അവസരം കിട്ടിയെന്ന് വരില്ല. അത്രേ ഉള്ളൂ. പുരോഹിതന്മാര് തന്നെ പറയാം. പാമ്പ് കടിച്ചു, പാമ്പ് ആത്മഹത്യ ചെയ്തു. എന്തേ സംഭവം? പാമ്പ് ആത്മഹത്യയിലെ അപ്രതിയോ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുമായി ബന്ധമുള്ള ജന്തുക്കൾക്ക് അങ്ങനെയാണ്. CM ദർസ് നടത്തിയിരുന്നു മടവൂരിലെ വേറൊരു പള്ളിയിൽ. അവിടെ ദർസ് നടത്തുമ്പോ CM വലിയുല്ലാഹി ഒരു ദിവസം രാത്രി, അന്നൊന്നും ടോർച്ചും കാര്യമൊന്നുണ്ടാവില്ലല്ലോ, ഒരു പാമ്പിനെ ചവിട്ടിപ്പോയി. പാമ്പ് കടിച്ചു CM വലിയുല്ലാഹിയെ കടിച്ച് ദർസിലേക്ക് വന്നു. ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്. കുട്ടികൾ നോക്കിയപ്പോ രക്തമൊന്നുമില്ല. നേരം വെളുത്ത് നോക്കുമ്പോ വലിയൊരു മൂർഖൻ പാമ്പ് ചത്ത് കിടക്കുന്നു. കുത്തുബി തങ്ങൾക്കുണ്ടായിട്ട് അതൊരു കറാമത്ത്. അവരെ കടിച്ച പാമ്പ് ചാവല്. പക്ഷെ ഇത്ര പറഞ്ഞ് നമുക്ക് നിർത്തായിരുന്നു. CM-നോട് പോയിട്ട് വരും പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ കടിച്ച പാമ്പ് ആ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ തന്നെ പറഞ്ഞു, വാക്കെന്താന്നറിയോ? ആള് മാറി കടിച്ചു പോയത് കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്. കേട്ടോ, ആള് മാറി കടിച്ചു, ആ ദുഃഖത്തിൽ പാമ്പ് തലട്ട് തച്ച് ചത്തു. ഇവന്മാർക്കൊക്കെ എന്നാണോ വെളിവ് വരുന്നത്? ഇവന്മാരാണത്രേ മുസ്ലിം സമുദായത്തിലെ പണ്ഡിത ശ്രേഷ്ഠന്മാർ. ഇവന്മാരാണത്രേ മതത്തെക്കുറിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടവർ. ഇവന്മാരാണത്രേ മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി സംസ്കരിക്കേണ്ടവർ. എന്നാലും ആ പാമ്പിന് CM-നെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയല്ലോ. ആളുമാറി കടിച്ച പാമ്പ് എങ്ങനെയാണ്? വിഷം കഴിച്ചു മരിച്ചോ? അതോ കഴുത്തിൽ കുടുക്കിട്ട് മരിച്ചോ?
അതോ കിണറ്റിൽ ചാടി ചത്തോ? അതോ ട്രെയിനിന് മുമ്പിൽ ചാടി സൂയിസൈഡ് ചെയ്ത് എന്ത് ചെയ്തു?